ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഈ 13-ാം രാത്രിയിലെ ട്രെയിലർ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സസ്പെൻസ് ത്രില്ലർ ആയിട്ടാ തോന്നിയത്. ആണോ? ട്രെയിലറിലെ സസ്പെൻസ് നിർത്തും, കാരണം സിനിമ കാണണമല്ലോ. അല്ലെങ്കിൽ ട്രെയിലറിലെ സസ്പെൻസ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സീൻ? പുലിയാണ് കേട്ടാ. അങ്ങനെയല്ല, എന്നാലും നമുക്കൊരു സസ്പെൻസ് ത്രില്ലർ ആണ് ഈ മൂവിയുടെ ജോണർ എന്നുള്ളത് തോന്നൂല. ക്രൈം ത്രില്ലർ ആവാം, റൊമാൻറ്റിക് ആവാം. എനിക്കറിയില്ല. ചേട്ടനില്ലാത്ത പോലെ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ക്രൈം ത്രില്ലർ ആണോ? ക്രൈം നടക്കാത്ത ഏരിയകളേ ഇല്ല. കേരളത്തിൽ ക്രൈം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പോ ശിവരാത്രിക്ക് എന്താ സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് അറിയോ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. മോളില് അമിട്ട് വിരിയും. അതെന്തറിയോ, ഇതിപ്പോ സമയം ഇത്രയുണ്ട്, എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. ചേട്ടൻ പറഞ്ഞു. ബ്രെയിൻ വർക്ക് ആവാത്തവരായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓക്കെ, നമ്മളിപ്പോ എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും? പോസിറ്റീവായിരിക്കും നെഗറ്റീവ് അല്ലാത്ത കാരണം. ഇതൊക്കെ എന്ത്? ചേട്ടൻ എപ്പോഴും കൂളായിട്ട് എല്ലാം എടുക്കുന്ന ഒരാളായിട്ടാണ് പുറമെ എല്ലാരും കാണുന്നത്. എപ്പോഴും കൂളായിട്ട് എടുക്കാറില്ല. കോഫിയും ചായയൊക്കെ ഞാൻ ചൂടോടെ എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അപ്പം നമ്മൾ ഈ ബ്രേക്കപ്പ് സീൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ചേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? ഞാനത് കയ്യിൽ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് അമ്മാനമാടും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അല്ല, പ്രണയം എപ്പോഴും നല്ലതാണ്. പ്രണയം എപ്പോഴും നല്ലതൊന്നല്ല. അല്ലേ? എപ്പോഴേലും സമാധാനായിട്ടിരിക്കുന്ന മനുഷ്യൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരെന്താ അറിയോ? പേരയ്ക്ക. അയ്യന്റെ മോനെ. ആ രാത്രി എന്ന് പറയുമ്പോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാത്രി ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു പോയൊരു രാത്രി. ആ രാത്രി പറയണം. കൊക്കൈനായിട്ട് എന്നെ പിടിച്ചു. തിരിച്ചറിവുണ്ടാവുന്നൊക്കെ നല്ല. ആണോ? കഴിഞ്ഞു എന്ത് ഇന്റർവ്യൂ. ഇനി പോവല്ലോ.